തൊട്ടാ കഴിഞ്ഞാൻ വിട്ടും. ഈ ഫ്ലെക്സ് ഇവിടെ ഇരിക്കുന്നോണ്ട് ആർക്കാ കുഴപ്പം? എനിക്ക്. ഈ ഫംഗ്ഷന് ആളുകളെ വിളിച്ചു കൂട്ടി നടത്തുന്ന എനിക്ക്. അതെ, എന്റെ അനുജത്തിന്റെ വിവാഹത്തിന് അവക്ക് ആശംസ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് വെക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? കൊള്ളാം, അടിപൊളി. എന്തു പറ്റി പത്മ? എന്താടാ സംഭവം? ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ അഭിനയിക്കല്ലേ. ഇവ എന്ത് ചെയ്യുന്നതിന് മുമ്പും അത് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളോടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെയും കൂടെ തീരുമാനമല്ലേ ഈ ബോർഡ് ഇവിടെ ഇരിക്കുന്നത്? സത്യത്തിൽ ഞാൻ ഈ ബോർഡ് ഇപ്പോഴാ കാണുന്നത് പത്മ. അതവിടെ ഇരുന്നോട്ടെ. അന്ന് താൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ? മനസ്സിലായി. ഈ ഫംഗ്ഷന് വരുന്നവരും മുഴുവൻ പത്മ ഇൻഡസ്ട്രിയിലെ CEO ആണ് ആ ജോലിക്കാരി എന്ന് അറിയണം. അവളെ പ്രൊമോട്ട് ചെയ്യുന്നതാണല്ലോ നിങ്ങളുടെ തൊഴിലും. എന്നിട്ട് ഇനി എന്തൊക്കെയാ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് സ്വന്തം മകളുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോ ആ വേലക്കാരിയെ എല്ലാവരുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കാൻ എന്തൊക്കെയാ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അച്ഛനും മോനും കൂടി. താൻ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഫ്ലെക്സ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റാതെ ഈ ഫംഗ്ഷൻ നടക്കില്ല. ഈ ഫ്ലെക്സ് ഇവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ട് ഈ ഫംഗ്ഷൻ നടക്കണ്ട, അത്രേ ഉള്ളൂ. സൂര്യ, നീ വെറുതെ വാശി കാണിക്കണ്ട. ക്ഷണിച്ചു വരുത്തിയ ആളുകൾ നന്ദിനിയെ കാണാനല്ല വരുന്നത്. ക്ഷണിച്ചു വരുത്തിയ ആളുകള് നന്ദിനിയെ കാണുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ, ഇതേ ആളുകളാണ് എന്റെ വിവാഹത്തിനും വന്നത്. അവർക്കേ വ്യക്തമായിട്ട് അറിയാം നന്ദിനി ഞാൻ താലി കെട്ടിയ കാര്യം. പിന്നെ എന്തൊളിപ്പിക്കാനാണ് നിങ്ങൾക്ക് ശ്രമിക്കുന്നേ? സൂര്യ, നീ പോ. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നീ പോ. അച്ഛാ, ഞാൻ പോകാം. എനിക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. പക്ഷേ ഈ ഫ്ലെക്സ് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിനെന്തെങ്കിലും സംഭവിച്ചാ ഈ ഫംഗ്ഷൻ നിർത്തിവെക്കേണ്ടി വന്നാലും ശരി, ഈ ഫ്ലെക്സ് ഞാൻ ഇവിടെ നിന്ന് എടുപ്പിച്ചിരിക്കും. അതെ, നമുക്കൊന്ന് കാണാം കേട്ടാ. പത്മ, വാട്ട് ഹാപ്പൻഡ്? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നു ആളുകൾ പറഞ്ഞു കേട്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. പത്മ, നീ അകത്തേക്ക് വാ. പത്മ, പ്ലീസ് കൺട്രോൾ. നമ്മൾ വിളിച്ചു വരുത്തിയ ആളുകളാ. അവരുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. ജയിച്ചു എന്ന് നീ കരുതണ്ട. ഒരമ്മ എന്ന നിലയ്ക്ക് ഇന്നത്തെ ദിവസം എനിക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടി വന്നേക്കാം. പക്ഷേ അത് നിന്റെ ജയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിന് പത്മ പകരം വീട്ടിയിരിക്കടാ. സത്യത്തില് ഇപ്പൊ ഈ ഫ്ലെക്സ് കാത്തു സൂക്ഷിക്കുന്നത് പത്മ മേഡം തന്നെയാ. ഇതിനെന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങള് എനിക്ക് തന്നെ നിശ്ചയമില്ലാത്ത കാര്യങ്ങളാ. ചെയ്യൂന്ന് പറഞ്ഞാ ഞാൻ ചെയ്യൂന്നറിയാലോ. പത്മ, താനൊന്ന് ഇങ്ങോട്ട് വന്നേ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വാ വാ വാ. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? ചേച്ചി അകത്തേക്ക് പോയിക്കോ. അമ്മയുടെ ചെവിയില് എന്തെങ്കിലും ഏഷനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക്. പോ. അതെ, നമ്മൾ തമ്മിൽ തൽക്കാലം ഒരംഗം വേണ്ട. പോ 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 ചെല്ലു പോ. ഈ സാധനത്തിനെ കൂടെ വിളിച്ചോ. ഓടില്ലേ? അത് നന്നായി അളിയ.
പെങ്ങളായാലും ശരി ഭാര്യയായാലും ശരി ഒരു കൊട്ടു കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തിരിക്കണം. ശരി അളിയ. പിന്നെ അകത്താരെങ്കിലും ഈ ഫ്ലെക്സ് എടുത്ത് തോട്ടിലെറിയുന്ന കാര്യം പറഞ്ഞ് അളിയൻ അതിലെങ്ങാനും കൈ വെച്ച